നമുക്കിന്നൊരു തനി നാടൻ മിഠായി റെസിപ്പി ട്രൈ ചെയ്താലോ? തേങ്ങാ മിഠായി. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. തേങ്ങ മിഠായിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ട് അരച്ചിട്ടില്ല, ചെറിയ തരിതരി പോലെ തന്നെയാണ് അരച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ അരയ്ക്കണം എന്നുള്ളവർക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. പക്ഷെ എനിക്ക് ഇത്തിരി തേങ്ങ കടിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ തരിതരിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് അരക്കപ്പ് ശർക്കര ഉരുക്കിയെടുക്കണം. നമുക്ക് അരക്കപ്പ് വെള്ളവും കൂടെ, അരക്കപ്പ് വേണ്ടി വരില്ല, അത് നോക്കിയിട്ട് കുറച്ച് വെള്ളം മതി. കാരണം നമ്മൾ വെള്ളം പറ്റിച്ചെടുക്കുന്നതായതുകൊണ്ട് ശർക്കര ഉരുകാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇത് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഞാൻ തിരിച്ച് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, അരിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തേങ്ങയും ശർക്കരയും കൂടെ മിക്സായിട്ട് വരണം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശർക്കരപ്പാനി പെട്ടെന്ന് കരിഞ്ഞു പോകും. തേങ്ങയ്ക്കകത്തുനിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും. അതെല്ലാം ഒന്ന് നല്ല പോലെ പറ്റി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത്തിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ. ഇതൽപ്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ്. അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു നമ്മളുടെ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം വറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് നമുക്ക് അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു നല്ല മണവും രുചിയും. നമ്മൾ മോൾഡ് ചെയ്യുമ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ നെയ്യ് ചേർക്കുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം നല്ലപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള പരുവത്തിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ മിക്സ്ചർ ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ മോൾഡ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് നമ്മളുടെ തേങ്ങ മിഠായിയുടെ മിക്സ്ചർ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ചെറു ചൂടോടെ തന്നെ നമ്മൾ ഉരുട്ടാൻ ശ്രമിക്കണം, എന്നാലേ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അത് നല്ലപോലെ ഒന്ന് ഉരുട്ടി ബോളാക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മളുടെ തള്ളവിരലും കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കാം. എനിക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാനൊരു ബേസിക് ഷേപ്പിലൊന്ന് ചെയ്തു എന്നുള്ളൊരു. ഇതാ നമ്മളുടെ ഈസി ടേസ്റ്റി തേങ്ങാ മിഠായി റെഡിയാണ്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.